ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. നമ്മളെല്ലാവരും തിരയുന്ന ഒരു കാര്യമുണ്ട്, സ്ഥിരത അല്ലെങ്കിൽ പൂർണ്ണത. ഇതാണ് എൻ്റെ സ്ഥലം എന്നൊരു ആഴമായിട്ടുള്ളൊരു തോന്നൽ. നമ്മൾ ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നമ്മുടെ സ്വന്തം സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? യോശുവ 19 പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽക്കാർ അവരുടെ യാത്രയുടെ അവസാനമാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. ഇസ്രായേൽക്കാരുടെ മിസ്രൈമിൽ നിന്നുള്ള യാത്രയുടെ അവസാനമാണ് ഈ യോശുവയുടെ പുസ്തകം 19 അധ്യായത്തിൽ കാണുന്നത്. അവരിനിയും താൽക്കാലികമായിട്ടെങ്ങും കൂടാരങ്ങളൊന്നും അടിക്കേണ്ടവരല്ല. നീതിയുടെയും സമാധാനത്തിൻ്റെയും സ്ഥിരമായിട്ടുള്ള വീടുകൾ പണിയേണ്ടവരാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാളമായിട്ട് 7 ഗോത്രങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ വീതിച്ചു കൊടുക്കുന്നത് ഈ അധ്യായത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൗമികമായ ഒരു ഭൂമി അവർക്ക് നൽകിയതുപോലെ ഇന്ന് ദൈവം നമ്മൾക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു ആത്മീയവും ലക്ഷ്യപരവുമായിട്ടുള്ള ഒരു ഓഹരിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 16 അധ്യായം 6 വാക്യത്തിൽ പറയുന്നു, എനിക്ക് നല്ല സ്ഥലങ്ങളിൽ അളവുനൂൽ വീണിരിക്കുന്നു, അത് എനിക്ക് മനോഹരമായ ഒരു അവകാശം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഓഹരിയിലെ സൂക്ഷ്മ പാഠങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ, യോശുവ 19 ഗോത്രങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ ആധുനിക ജീവിതത്തിലെ വെല്ലുവിളികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കിന്ന് നോക്കാം. യോശുവ 19:9 ശിമിയോൻ്റെ ഓഹരി യഹൂദായുടെ ഓഹരിയുടെ ഉള്ളിലായിരുന്നു. കാരണം യഹൂദായുടെ ഓഹരി ഭയങ്കര വലുതായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നാം എല്ലാവരും ഒരു വലിയ പള്ളിയിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ സ്ഥാപനത്തിലോ ഒക്കെ ഒരു ഭാഗമായിരിക്കാം. ആ ഭാഗം എന്ന് പറയുന്നത് യഹൂദായുടെ ഓഹരിയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ വ്യക്തിപരമായിട്ടുള്ള വിളിയും ശുശ്രൂഷയും ഒക്കെ ആ വലിയ ഭാഗത്തിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടേതായിട്ടുള്ള, നമ്മളൊരിക്കലും മറ്റൊരാളുടെ നിഴലല്ല, മറിച്ച് ദൈവം നമുക്കായിട്ട് അളന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു ഇടമുണ്ട്. അത് നമ്മൾ കണ്ടെത്തി പുറത്തെടുക്കണം. നമ്മളൊരു വലിയൊരു ദേവാലയത്തിൻ്റെയോ അല്ലെങ്കിൽ വലിയൊരു സഭയുടെയോ അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനത്തിൻ്റെയോ ഒക്കെ ഭാഗമായിരുന്നാലും നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ വിളികളും പ്രത്യേകമായിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്കായിട്ട് അളന്ന ആ കൃത്യമായിട്ടുള്ള ഇടം നമ്മൾ കണ്ടെത്തി അത് പുറത്തെടുക്കണമെന്നാണ് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കഴിവുകൾ നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ മൊത്തത്തിലുള്ള ഒരു വലിയ ഓഹരിയിൽ നിന്ന് പുറത്തെടുത്ത് നമ്മൾ എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. യോശുവ 19 അധ്യായം 47 വാക്യത്തിൽ കാണുന്നു, ദാൻ ഗോത്രത്തിന് അവിടെ ആദ്യത്തെ ഓഹരി സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ വടക്കോട്ട് പോയി ലായീഷിനെ പിടിച്ചെടുത്തു. പലപ്പോഴും നമ്മുടെ വാഗ്ദത്ത ഭൂമി അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലുള്ള ആ ഒരു ജോലി, ഒരു കുടുംബ ജീവിതമോ അല്ലെങ്കിൽ വ്യക്തിപരമായ സാമ്പത്തിക സ്ഥിരതയോ ഒക്കെ നമുക്ക് ഭയത്താൽ നിറഞ്ഞതായിരിക്കും. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാനുള്ള പ്രവണത നമുക്ക് ഉണ്ടാകും. ദാൻ ഗോത്രം തെളിയിച്ചത് ഇതാണ്: ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും അസാധുവാകുന്നില്ല. ഒരു സ്ഥലത്ത് തടസ്സമുണ്ടായാൽ ആ വാഗ്ദാനം സ്വന്തമാക്കുവാൻ നമ്മൾ പുതിയൊരു പോരാട്ട ഭൂമി കണ്ടെത്തണം എന്നാണ് നമ്മളിവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബന്ധങ്ങളിൽ
പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ തീർന്നുവെന്ന് വിചാരിച്ച് നിൽക്കരുത്. നമ്മുടെ പോരാട്ടത്തിലൂടെ നമ്മുടെ പുതിയ പോരാട്ട ഭൂമി കണ്ടെത്തണം എന്നാണ് ഈ ദാൻ ഗോത്രത്തിൻ്റെ അനുഭവത്തിലൂടെ. അവർക്ക് ഓഹരി സംരക്ഷിക്കാൻ കഴിയാത്തപ്പോൾ അവർ വടക്കോട്ട് പോയി ലായിശിൻ്റെ ദാൻ പിടിച്ചെടുക്കുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ലക്ഷ്യത്തിനായിട്ട് എവിടെയെങ്കിലും ലായിശിനെ പിടിച്ചെടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? അതായത് ഒരു കാര്യം കഴിഞ്ഞു, എന്നാൽ അടുത്തൊരു കാര്യത്തിന് പുതിയൊരു തുടക്കം കുറിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? അതാണ് ഈ ദാൻ്റെ പോരാട്ടത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യോശുവ 19:49-50 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാവർക്കും ഓഹരി നൽകിയ ശേഷം യോശുവായ്ക്ക് അവരാവശ്യപ്പെട്ട പട്ടണം നൽകപ്പെട്ടു എന്ന്. ഏറ്റവും വലിയ നേതാവിനും ഏറ്റവും ഒടുവിൽ ആണ് പ്രതിഫലം സ്വീകരിക്കുന്നത്. ഇന്നത്തെ ആധുനിക ലോകം എല്ലാ കാര്യത്തിലും ഞാൻ ആദ്യം എന്നാണ് പറയുന്നത്. എന്നാൽ യോശുവ നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അവരുടെ വിളികളിൽ എത്തിക്കുക. മറ്റുള്ളവരുടെ ആ ഒരു തിമ്നോത്ത് സേര പണിയുവാൻ നമ്മൾ സഹായിക്കുക. തിമ്നോത്ത് സേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോശുവയ്ക്ക് അവസാനം നൽകിയ പട്ടണത്തിൻ്റെ പേരാണ്. നമ്മൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മൾക്കായിട്ട് കരുതിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള അതുല്യമായിട്ടുള്ള സമാധാനവും വിശ്രമവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ ദൈവസന്നിധിയിൽ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു സമ്മാനമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്നാണ് യോശുവയുടെ പുസ്തകത്തിൽ കൂടെ നമ്മളെ യോശുവയുടെ അനുഭവം കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതം താൽക്കാലികമായിട്ട് ഒരു ഹോട്ടൽ മുറിയോ ഒന്നുമല്ല. അത് ദൈവത്തിൻ്റെ ഒരു പട്ടയ ഭൂമിയാണ്. നമ്മൾ ഒരു വഴിയാത്രക്കാരൻ എന്നതിൽ നിന്ന് ഒരു ഉടമസ്ഥൻ എന്ന നിലയിലേക്ക് മാറുവാനുള്ളൊരു സമയമാണിത്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത് അവകാശം, ആത്മീയമായിട്ടുള്ള അവകാശമാണ്. എഫേസ്യർ 1:11 വാക്യത്തിൽ പറയുന്നു: ക്രിസ്തുവിൽ തന്നെ അവകാശവും പ്രാപ്തിയായി തീർന്നു. നമ്മുടെ ഓഹരി എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. അത് പരിശുദ്ധാത്മാവിനാൽ സീല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഓഹരി. അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ നിർണ്ണയിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് ഇപ്പോഴും അലഞ്ഞു തിരിയുന്നത്. നമ്മുടെ ശ്രദ്ധയും സമയവും പണയവും ഒക്കെ എവിടെയാണ് നമ്മൾ സ്ഥിരമാക്കേണ്ടത്. നമ്മുടെ ഓഹരിയിൽ നിന്ന് നമ്മളെ പുറത്താക്കുവാൻ ശ്രമിക്കുന്ന ഭയത്തെയും മടിയും ഒക്കെ നമ്മളിന്ന് തിരിച്ചറിയണം. എന്നിട്ട് യഹോവ തിമ്നോത്സേര പണിത് ദൈവം നമുക്ക് നൽകിയ അവകാശത്തിന് നമ്മൾ എത്ര ശക്തപരമായിട്ടാണ് നമ്മൾ അതിനെ പണിയുവാൻ പോകുന്നത് എന്ന് നമുക്ക് ഇന്ന് ഈ സമയത്ത് ദൈവം നമുക്ക് നൽകിയ അവകാശത്തെ നമ്മൾ ഒരിടത്ത് നമ്മൾ താണു പോയിട്ടുണ്ടെങ്കിൽ പുതിയ സ്ഥലത്ത് നമ്മൾ പുനർനിർമ്മിക്കുവാൻ നമുക്ക് തുടങ്ങാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം വാഗ്ദത്തം തന്ന ജീവിതമാണ് ഇത്. ഇന്ന് നമ്മുടെ വാഗ്ദത്ത ഭൂമിയിൽ നമുക്ക് പ്രവേശിച്ച് നമുക്ക് അവകാശപ്പെട്ടതൊക്കെ നമുക്ക് സ്വന്തമാക്കാം. യോശുവയുടെ 19 അധ്യായം പറയുന്നത് പോലെ നിങ്ങളുടെ അവകാശം മനോഹരമാണ്. നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.